ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനൽ വയലേഷൻ, ഇതുപോലെ നമുക്ക് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ, സ്ട്രൈക്ക് വാർണിംഗ് എല്ലാം നമ്മുടെ ഹോം പേജിലുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ യൂട്യൂബ് തന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഒരു വർഷത്തിൽ കൂടുതലായി എൻ്റെ ചാനലിൽ ഈ ഒരു വാർണിംഗ് ഉണ്ട്. നമുക്ക് ഈ വാർണിംഗ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വാർണിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ടേക്ക് ആക്ഷൻ എന്ന ഒരു പുതിയ ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് കാണാം. അതായത് ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് വന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ ലഭിച്ചിരുന്നത്. അതിനുശേഷം ഈ ഓപ്ഷൻ നമുക്ക് പിന്നീട് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ വാർണിംഗ് സ്ട്രൈക്ക് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാർണിംഗ് സ്ട്രൈക്ക് നമുക്ക് റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമുക്ക് ഇവിടെ ടേക്ക് ആക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ദർ മേ ബി ആൻ ഇഷ്യൂ വിത്ത് യുവർ കണ്ടന്റ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റിലെ ഇഷ്യൂ കാരണമാണ് നമുക്ക് ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ യൂട്യൂബിന്റെ ഒരു പോളിസി എല്ലാം വയലേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ട്രൈക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അടുത്തതായി ഇവിടെ തന്നിരിക്കുന്നത് യു ക്യാൻ ടേക്ക് എ ട്രെയിനിങ് ടു ഡിസ്മിസ് ദി വാർണിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വാർണിംഗ് ഇവിടെ ചാനലിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ട്രെയിനിങ് എല്ലാം എടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനായി നമുക്ക് ബിഗിൻ റിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പോളിസി, നമ്മൾ എന്ത് പോളിസിയാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അതായത് ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ് എന്ന ഒരു പോളിസിയാണ് ഞാൻ ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഈ പോളിസിയെക്കുറിച്ച് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായി റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റീഡ് പോളിസി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഹാംഫുൾ ആൻഡ് ഡേഞ്ചറസ് കണ്ടന്റ് പോളിസിയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രകാരം നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കാണ് വന്നിരിക്കുന്നത്, ആ സ്ട്രൈക്ക് ഏത് തരത്തിലുള്ള പോളിസിയാണ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ് എന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. ഇത്തരത്തിലൊരു പോളിസി ഞാൻ ഇവിടെ ബ്രീച്ച് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇപ്രകാരം ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്നതിന് മുമ്പ് ഇപ്രകാരം നമുക്ക് ഈ ഒരു പോളിസിയെ കുറിച്ചെല്ലാം മനസ്സിലാക്കാം. ഇതൊന്ന് റീഡ് ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ടേക്ക് ട്രെയിനിങ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് ഈ ടേക്ക് ട്രെയിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പയർ എ ഷോർട്ട് ട്രെയിനിങ് 7 ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായി ആൻസർ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിൽ ഇവിടെ പറയുന്നത് ഇഫ് യു വയലേറ്റ് ദിസ് പോളിസി അഗെയിൻ വിത്തിൻ 90 days യു വിൽ ഗെറ്റ് എ സ്ട്രൈക്ക് എന്നാണ്. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ ഈ ഹാംഫുൾ പോളിസി വീണ്ടും ഞാൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു സ്ട്രൈക്ക് എല്ലാം ലഭിക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പോളിസി അല്ലാതെ മറ്റേതെങ്കിലും പോളിസിയാണ് ഞാൻ ബ്രീച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ എൻ്റെ ചാനലിൽ ആദ്യം പിന്നീടും ഒരു വാർണിംഗ് സ്ട്രൈക്ക് എനിക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേക്ക് ട്രെയിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. 15 മിനിറ്റ്, അതുപോലെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഹാംഫുൾ ഓർ ഡേഞ്ചറസ് എന്നത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കറക്റ്റായി ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ ചെക്ക് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായി ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതിനും നമ്മൾ ഇത് വായിച്ചതിന് ശേഷം യെസ് ഓർ നോ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അടുത്ത ഒരു ചോദ്യം, ഇതിനും നമ്മൾ കറക്റ്റായി ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓരോ ചോദ്യവും ഇത് നമ്മൾ ഒരു വയലേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. വയലേഷൻ ആണെങ്കിൽ യെസ് എന്നും, അല്ല എങ്കിൽ നോ എന്നുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായി നമ്മൾ ഇത് റീഡ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക. ഇപ്പോൾ മൂന്നാമത്തെ ആൻസറും നമ്മൾ ഇവിടെ കറക്റ്റായി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോങ് ആൻസർ എല്ലാം കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ശരിയായി കൊടുക്കാനുള്ള അവസരമെല്ലാം കിട്ടും. അതിനാൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ കറക്റ്റായി ഇത് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇത് ഒരു വയലേഷൻ ആണ്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഈ ഒരു ആൻസർ നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 ആൻസർ നമ്മൾ ഇതുവരെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 5ാമത്തതും നമ്മൾ കറക്റ്റായി ആൻസർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ 6ാമതായി നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത ആൻസർ നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കൂടി നമ്മൾ കറക്റ്റായി കൊടുക്കാം. ഇത്തരത്തിൽ നമ്മൾ അവസാന ഈ ഒരു ക്വസ്റ്റ്യനും കറക്റ്റായി ആൻസർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് നൈസ് വർക്ക് യു ഹാവ് കംപ്ലീറ്റഡ് ദി ട്രെയിനിങ് എന്ന്. ഈ ഒരു ട്രെയിനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ക്ലോസ് ട്രെയിനിങ് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് യുവർ വാർണിംഗ് വിൽ എക്സ്പയർ ഓൺ ഡിസംബർ 28, 2023. അപ്പോൾ 2023 ഡിസംബർ 28-ന് നമുക്ക് ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ ഇനി കാണില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ വയലേറ്റ് ചെയ്തിരിക്കുന്ന പോളിസിയെക്കുറിച്ചെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കറക്റ്റായി ആൻസർ എല്ലാം കൊടുത്ത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വാർണിംഗ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റായ ആൻസർ കൊടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ട്രൈ അഗെയിൻ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് കറക്റ്റായ ആൻസർ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. എന്നിരുന്നാൽ കൂടി നമ്മൾ പോളിസി കറക്റ്റായി റീഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് തെറ്റായ ആൻസർ ഒന്നും കൊടുക്കാതെ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ നിങ്ങളുടെ വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്